ഇന്നത്തെ രാത്രി ഏതൊക്കെ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം റിയൽ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ സിറ്റി തുടങ്ങിയ അടിപൊളി മത്സരങ്ങളാണ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാത്രി 4 മത്സരങ്ങൾ നടക്കുന്നുണ്ട്, ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് 16 മത്സരങ്ങൾ. അതിൽ ഒന്നാമത്തെ മത്സരം ബാഴ്സലോണ വേഴ്സസ് ന്യൂകാസിൽ യുണൈറ്റഡ് ആണ്. ആ ഒരു മത്സരം രാത്രി 11:15 അതായത് 11:15 ആ മത്സരം നടക്കുന്നത്. അതുപോലെ തന്നെ 1:30 ടോട്ടനം വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരമുണ്ട്. അതുപോലെ തന്നെ ലിവർപൂൾ വേഴ്സസ് ഗലട്ടസറായ് മത്സരം, അതുപോലെ തന്നെ ബയൺ വേഴ്സസ് അറ്റ്ലാന്റ മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ബാഴ്സലോണ വേഴ്സസ് ന്യൂകാസിൽ മത്സരം നിലവിലെ സ്കോർ 1-1 അപ്പോൾ ഇന്ന് നടക്കുന്ന മത്സരം ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ടായ നമ്മുടെ ക്യാമ്പ് നൗവിൽ വെച്ചാണ് ഈ മത്സരം നടക്കുക. അതുപോലെ തന്നെ ടോട്ടൻഹാം വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരം നടക്കുക നമ്മുടെ ടോട്ടൻഹാമിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചായിരിക്കും. അതുപോലെ തന്നെ ലിവർപൂൾ വേഴ്സസ് ഗലട്ടസറായ് മത്സരം നടക്കുക, അത് ലിവർപൂളിന്റെ മൈതാനത്താണ്. നിലവിലെ അതിന്റെ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് 1-0 ഗലട്ടസറായ് വിജയിച്ചു നിൽക്കുകയാണ്. അതുപോലെ തന്നെ ബയോണിന്റെ മത്സരം ബയോണിന്റെ തട്ടകമായ അലയൻസ് അരീനയിലാണ് നടക്കാൻ പോകുന്നത്. 6-1 അഗ്രിഗേറ്റ് ആണ് നിലവിൽ ബയോണിന് ആ മത്സരമുള്ളത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ടീമുകളാണ് കയറി വരിക എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ ബാഴ്സലോണ വേഴ്സസ് ന്യൂകാസിൽ മത്സരം ബാഴ്സലോണ വിജയിക്കും. അത്ലറ്റിക്കോ മാഡ്രിഡ് ടോട്ടൻഹാം മത്സരം ഒരുപക്ഷെ ടോട്ടൻഹാം വിജയിക്കുമെങ്കിൽ പോലും അഗ്രിഗേറ്റിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് തന്നെയായിരിക്കും കയറുക. അപ്പോൾ ബാഴ്സലോണ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് ആ ഒരു ക്വാർട്ടർ ഫൈനൽ മത്സരം കാണാം. പിന്നെ ലിവർപൂൾ വേഴ്സസ് ഗലട്ടസറായ് മത്സരത്തിൽ ഞാൻ ലിവർപൂൾ കംബാക്ക് നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ബയണിന്റെ മത്സരത്തിൽ ബയൺ ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങളുടെ പ്രഡിക്ഷൻസും കാര്യങ്ങളും എല്ലാം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഉപകാരപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക.